വളർത്തി വരുമാനം ഉണ്ടാക്കി ജീവിക്കണം എന്നുള്ളത് എൻ്റെ അതിയായ ആഗ്രഹമാണ്. കാരണം എൻ്റെ ഒപ്പമുള്ളവരാണ് നിങ്ങളെല്ലാവരും. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമുക്കറിയാം, പാലിന് വിലയല്ല, പലവിധ ചൂഷണങ്ങളുണ്ട്. എല്ലാത്തിനെയും ഒരു പരിധിവരെയൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി ഇന്ന് 120ഓളം പശുക്കളെയും 10-30 കിടാക്കളെയും ഒക്കെ വളർത്തുന്ന ഒരു ഫാമാണ് എൻ്റെത്. അത് എങ്ങനെ വളർന്ന് അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും, അതിൻ്റെ സയന്റിഫിക്കായ വശങ്ങളല്ല, മറിച്ച് ഞാൻ ഇതിനെ ഈ രീതിയിലേക്ക് എത്തിച്ചത് സന്തോഷമായിട്ട് 1 രൂപ പോലും കടബാധ്യതയില്ലാതെ എനിക്ക് എൻ്റെ പ്രസ്ഥാനം നല്ല രീതിയിൽ എൻ്റെ വീടും എൻ്റെ എന്താ പറയുക വാഹനങ്ങളും എൻ്റെ ഏതാണ്ട് എൻ്റെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഈ പശു വളർത്തിയിട്ടുണ്ടായതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിന് നമുക്ക് പോരാ. ഞാൻ എപ്പോഴും വാദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് പാലിന് വില പോരാ. പക്ഷെ ഉള്ളതിൽ നിന്ന് നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, നമ്മുടെ കർഷകർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, അങ്ങനെ ചുരുങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റില് എനിക്കറിയില്ല, 2 വർഷം പരാജയമായിരുന്നു, ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് വന്ന കാര്യങ്ങളാണ്. പരാജയത്തിന് കാരണമൊന്നുമില്ല, നല്ല പശുക്കളെല്ലാവരും എൻ്റെ ഫാമിലുണ്ടായിരുന്നത്. ചികിത്സ അറിയില്ല, ടീച്ചറുകൾ അറിയില്ല, അവരെ എങ്ങനെ പരിചരിക്കണമെന്ന് അറിയില്ല. അതൊക്കെ തന്നെയാണ് പരാജയത്തിന് കാരണം. പക്ഷേ 27 വർഷത്തോളമായി ഞാൻ ഈ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഏതാണ്ട് 23 വർഷവും എനിക്ക് വളരെ ലാഭകരമായിരുന്നു. റെഡിയാണല്ലോ അല്ലേ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ വന്നത് ആദ്യമേ ഞാൻ എൻ്റെ ഫാമിൽ ചെയ്യുന്നത് നല്ല പശുക്കളെ മാത്രമേ അവിടെ നിർത്തിയിട്ടുള്ളൂ. ആദ്യം ഉണ്ടായിരുന്ന ഏതാണ്ട് ഞാൻ ഫാം തുടങ്ങി 3 വർഷത്തിൽ എൻ്റെ പശുക്കളെ മുഴുവനും ചേഞ്ചാക്കി വെച്ചാൽ 8, 10, 12 അത്രയും കാലമാണ് എൻ്റെ ഫാമിലുണ്ടായിരുന്ന പശുക്കൾക്ക്. പക്ഷെ എനിക്ക് ബോധോദയം ഉണ്ടായ സമയത്ത് ഞാൻ പല ക്ലാസ്സുകളും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങോട്ട്. അപ്പൊ ആ പഠനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായ വസ്തുത വെച്ച് അതിനെയെല്ലാം ലോക്കലായി വിറ്റിട്ട് തമിഴ്നാട് ഈറോഡ് പോയിട്ട് ചന്തയിൽ നിന്ന് നല്ല പശുക്കളെ നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. അത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പോയി പശുക്കളെ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിനെ പരിചരിച്ച് അതിൻ്റെ പാല് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഈ ചെറിയ പശുക്കളെയും വെച്ചുകൊണ്ട് വരുന്നതിൽ നിന്നും നമുക്ക് ഏതാണ്ട് ഇരട്ടിയോളം വരുമാനം നല്ല പശുക്കളെ മാത്രം സെലക്ട് ചെയ്ത് വളർത്തുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ പോകാം എന്ന് തീരുമാനിച്ചു. അന്ന് തൊട്ട് ഞാൻ നല്ല കുട്ടികളെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ എനിക്ക് നല്ല കുട്ടികളെ കിട്ടിയില്ല. അപ്പോഴൊക്കെ നമുക്ക് പ്രസവിച്ചുണ്ടാകുന്ന കുട്ടികൾ 12, 13, 15 ലിറ്റർ കിട്ടുന്നതായിരുന്നു. ആ കുട്ടികളിൽ നിന്ന് അവിടുന്ന് അന്ന് ആ കാലം തൊട്ടേ പരാതികളെല്ലാം പറയുന്നുണ്ട്, പക്ഷെ ആരും കേട്ടിട്ടൊന്നുമില്ല. കാലങ്ങളായി ഏതാണ്ട് ഒരു 8-10 വർഷമായി തോന്നുന്നു നമുക്ക് അത്യാവശ്യം നല്ല കുട്ടികളെ കിട്ടാൻ തുടങ്ങിയിട്ട്. ഇപ്പം 4-5 വർഷമായിട്ട് ഒരുപാട് മാറ്റം മേഖലയിൽ വന്നു. എങ്കിലും അന്ന് തൊട്ടും നമുക്ക് കിട്ടാവുന്നതിൽ പരമാവധി നല്ല സെമൻ പ്രോഡ്യൂസ് വെച്ച് കുട്ടികൾ ഉണ്ടാക്കി. ആ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ കുട്ടികളെയും വളർത്താറില്ല, മോശം എന്ന് തോന്നുന്ന കുട്ടികളെ പരമാവധി ഫാമിൽ നിന്ന് ഒഴിവാക്കുക. 3 മാസമൊന്നും വളർത്തിയിട്ട് കൊടുക്കുന്ന രീതിയില്ല. ഞാൻ എപ്പോഴും തുടങ്ങുന്ന കാലം തൊട്ട് നിശ്ചിത വരുമാനം കിട്ടണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഇതിന് നിന്നത്. എനിക്ക് ഒരു മാസത്തിൽ കൃത്യമായ കണക്ക്, എൻ്റെ ഫാമിലുണ്ടാകുന്ന കൃത്യമായ കണക്ക് വരവ് ചെലവ് സഹിതം എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളെ ബോധിപ്പിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആ ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു നീക്കി വെക്കാനൊരു തുക അവിടെ കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമേ തൊട്ട് കണക്ക് കൂട്ടി തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെ ആവണം. നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിട്ട് ഒരു തുക നിങ്ങൾക്ക് കൃത്യമായി നീക്കി വെക്കുന്ന രീതിയിൽ ക്രമീകരിച്ച് തന്നെ ചെയ്യണം. അത് നിർബന്ധമായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ചെയ്താൽ ആ കുടുംബാംഗങ്ങൾ നമ്മളോട് സഹകരിക്കും എന്നുള്ളതിൻ്റെ ഭയങ്കര ഒരു തെളിവ് എനിക്കുണ്ട്. വളരെ ഹസ്ബൻഡ് ഒരു കോളേജ് അധ്യാപകനാണ്, പ്രൈവറ്റ് കോളേജ് അധ്യാപകനായിരുന്നു. മക്കൾ പഠിക്കുന്നവരായിരുന്നു. ആദ്യമൊന്നും അവരുടെ സഹകരണം ഉണ്ടായിട്ടല്ല ഞാൻ തുടങ്ങിയത്. പക്ഷേ കിട്ടുന്ന വരുമാനം കൃത്യമായി ബോധിപ്പിക്കാൻ തുടങ്ങിയ സാഹചര്യം തൊട്ട് മക്കളും ഹസ്ബൻഡും ഒക്കെ 100% സഹകരണത്തോടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വലിയ വിജയമാണ് നമ്മുടെ ഫാമില്. അപ്പോൾ നമ്മളൊക്കെ ഒരു പശുവല്ലേ വളർത്തുന്നത്, അത് സാരം വാങ്ങി ചെലവാക്കി അതങ്ങ് പോയി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്.
കൃത്യമായി എഴുതി വെക്കണം, കൃത്യമായി ബോധിപ്പിക്കണം എത്ര രൂപ നമുക്കിതിൽ നിന്ന് വരുമാനം കിട്ടിയെന്ന്. അതൊരു നമ്മുടെ ഈ മേഖലയിലെ വലിയ ഒരു വിജയത്തിൻ്റെ ഒരു പാതയാണ്. പിന്നെ കുട്ടികളെ നന്നായിട്ട് ഉത്പാദിപ്പിച്ച് അതിന് വളർത്താൻ തുടങ്ങി. അപ്പൊ അന്ന് ഇന്ന് എന്നും ഞാൻ ചെയ്യുന്നത് കുട്ടികൾക്ക് പാല് തന്നെയാണ് കൊടുക്കുന്നത്. 3 മാസമാണ് കൊടുക്കുന്നത്. ആദ്യത്തെ മാസം 4 ലിറ്റർ പാല് നിർബന്ധമായിട്ടും കൊടുക്കും. പിന്നെ 3, പിന്നെ 2, അങ്ങനെ 3 മാസം കൊടുക്കും. അപ്പോൾ നമ്മുടെ ശാസ്ത്രീയമായ രീതി എനിക്കറിയില്ല. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മൾ സാധാരണ വൈക്കോലും മുറിച്ചതും പിന്നെ കുറച്ച് പച്ചപ്പുല്ലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി തീറ്റ മിശ്രിതം, അതായത് വേറൊന്നും വേണ്ട, ഒരു 60% നമ്മുടെ ശുദ്ധമായ മില്ലിൽ നിന്ന് കുത്തിയെടുക്കുന്ന തവിട്. ആദ്യമൊക്കെ വളരെ വില കുറവാണ്, 4-5 രൂപയ്ക്കൊക്കെ തവിട് കിട്ടുമായിരുന്നു. ഇപ്പൊ 15 രൂപയ്ക്കാണ് തവിട് വാങ്ങുന്നത്. പുത്തുണ്ട തവിട്, പുത്തുന്ന അരിത്തവിട് കുട്ടികൾക്കായി വാങ്ങുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ശുദ്ധമായ തവിട് കൂടിയ അരിത്തവിട്, കടലപ്പിണ്ണാക്ക്, ധാന്യപ്പൊടികൾ. ധാന്യപ്പൊടികൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അന്നൊക്കെ ചേർക്കുന്നത് ചോളപ്പൊടിയും മുത്താറിപ്പൊടിയുമായിരുന്നു. നല്ലത് അതുതന്നെയാണ്. അല്പം നമ്മുടെ ധാതുലവണ മിശ്രിതം, അല്പം ഉപ്പ്, ഇത്രയും കൂട്ടി അങ്ങ് വാരി വെക്കുക. അതിന് ശേഷം ഈ കുട്ടികൾക്ക് ഈ പുല്ലിൻ്റെ കൂടെ ഇതുകൂടി ഒരു പൊടി ഇട്ടിട്ട് ഒരു 18-19 ദിവസം ആകുമ്പോഴേക്കും വിരമരുന്ന് കൊടുത്തതിന് ശേഷം, ആദ്യത്തെ വിരമരുന്ന് 13-15 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അതിനുശേഷം അവരുടെ മുന്നിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും കൊടുക്കരുത്, ഒരു പിടി അതേ കൊടുക്കാവൂ. അത് നക്കി തിന്ന് അവരുടെ റൂമൻ ഡെവലപ്പായി അവരതിലേക്ക് ലയിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അവർ നന്നായിട്ട് തീറ്റ എടുക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ പാലിൻ്റെ അളവ് കുറയ്ക്കുക. 2-ാം മാസത്തിലേക്കാണ് നമ്മൾ 3 ലിറ്റർ പാലാക്കി മാറ്റുക. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഏത് രീതിയാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിലും, സ്റ്റാർട്ടറൊക്കെ ഒരുപാട് വില കൊടുത്ത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതൊന്ന് പരീക്ഷിക്കുക. 2 കിടാക്കളിലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ വ്യത്യാസം അറിയാം. ഉണ്ടായി ആദ്യത്തെ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ വിരമരുന്ന് നിർബന്ധമാണ്. പിന്നെ 20ാമത്തെ ദിവസം, ഈ 15 തൊട്ട് 20ാമത്തെ ദിവസം നിർബന്ധമായും 2ാമത്തെ വിരമരുന്നും കൊടുക്കണം. ഈ 2 വിരമരുന്നും ഈ തീറ്റക്രമവും പിന്നെ 3, 4, 5 മാസത്തിൻ്റെ ഇടയിൽ നമ്മൾ 2 പ്രാവശ്യം അടുപ്പിച്ച് അടുത്ത വിരമരുന്ന് കൂടി കൊടുക്കാൻ തുടങ്ങുന്നത്. അതായത് ഒന്ന് കൊടുത്ത് 20 ദിവസത്തിനുള്ളിൽ അടുത്തത്, അങ്ങനെ 2 പ്രാവശ്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ കയറി വരും, നല്ല രീതിയിൽ കയറി വരും. അവർക്ക് ആവശ്യമായ പച്ചപ്പുല്ലും തീറ്റയൊക്കെ അനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. അതൊന്ന് പരീക്ഷിക്കുക നിങ്ങൾ. അപ്പം അതിന് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ലാഭം ഉണ്ട് ആ കാര്യത്തിൽ. അതേപോലെ നമുക്ക് വലിയ റിസ്ക്കും ഇല്ല. നമ്മളൊരു ചാക്കിൽ ഉണ്ടാക്കി വെച്ചാൽ ഓരോരോ സമയത്ത് അവർക്ക് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് ആ ഫാമിനെ വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ കുട്ടികളെ പ്രസവിച്ച് ഇതിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ ചെയ്തത് ഓപ്പൺ, വളരെ സിമ്പിളായ ഫാമാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നത്. ഞാൻ പറയാം, 20 പശുവിനെ കെട്ടാൻ 30 ലക്ഷത്തിൻ്റെ ഫാമൊന്നും പണിയാൻ ആരും പോകരുത്. എത്രയോ നമുക്ക് സിമ്പിളായി ഫാം ചെയ്യാവോ അത്ര സിമ്പിളായി, അതായത് മുഴുവനും കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിൽ വെറും തൂണിൽ വളരെ സിമ്പിളായി നിങ്ങൾ ഫാം ചെയ്തോ. അതിൽ 10 പശു കെട്ടാൽ 2 ലക്ഷം രൂപയുടെ പണിയേ അതിൽ ആവശ്യമുള്ളൂ. അതിനപ്പുറത്തോട്ട് നമ്മൾ ആദ്യം പണിയാൻ പോയാൽ പൊട്ടിപ്പോകും, ഉറപ്പായിട്ടും പൊട്ടിപ്പോകും. ഈ 10 പശുവിൻ്റെ പാലിൽ നിന്ന് വേണം നമുക്ക് ഈ വരുമാനം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. ഘട്ടം ഘട്ടമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷേ ഞാൻ ആദ്യം വലിയൊരു ഫാം ചെയ്തിട്ടാണ് ഈ പണി തുടങ്ങിയതെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോയാലും, കാരണം എൻ്റെ കയ്യിലെ പൈസയൊക്കെ തീർന്നു പോയാൽ. അപ്പോൾ അതിന് വേറൊരു വിജയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ ഫാമിന് പണിക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളും ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പണി തീരുന്ന രീതിയിൽ ആ ഫാമിനെ ക്രമീകരിക്കണം. അത് നിർബന്ധമാണ്. തീറ്റ പുൽത്തൊട്ടികൾ കൊടുക്കാനുള്ള സൗകര്യമാക്കുക. പുല്ല്, പരമാവധി പുല്ല് മുഴുവനായി തിന്നാൻ കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കാക്കാം. അരിഞ്ഞു കൊടുക്കാം. എന്തും പുൽത്തൊട്ടിയിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിലാക്കുക. പെട്ടെന്ന് കഴുകി കളയുന്ന രീതിയിൽ പുൽത്തൊട്ടി ക്രമീകരിക്കുക. നമ്മളെ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് നമ്മുടെ ഐഡിയ വെച്ച് എങ്ങനെയാണോ ഇതിൽ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുക ആ രീതിയിൽ ചുറ്റുമതിലുകളൊക്കെ പൊളിച്ച് കളഞ്ഞ് നല്ല രീതിയിൽ പെട്ടെന്ന് ശീഘ്രം കഴുകി തറ ഉണങ്ങാൻ രീതിയിൽ. പശുവിൻ്റെ 90% രോഗങ്ങൾ ഉണങ്ങിയ തറയിൽ കിടന്നാലും വരില്ല കേട്ടോ. മാറ്റി ഉപയോഗിക്കുന്നവർ ഒരു 3/4 ഭാഗമെങ്കിലും മാറ്റിയില്ലാതെ പശുവിനെ നിർത്താനൊന്ന് നോക്കുക. അതിൻ്റെ 90% രോഗങ്ങൾ തുറന്നു കിട്ടും. കാലിൻ്റെ പണി
എന്താണെങ്കിലും 99% നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും, 100% ഉറപ്പാണ്. അങ്ങനെ കുറച്ച് മുഴുവനായി ചെയ്യരുത്, കുറച്ച് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് വിജയം ഉണ്ടോ എന്ന്. അങ്ങനെയെങ്കിൽ അതിൽ വ്യത്യാസമുണ്ട്. ഉണങ്ങിയ തറയിൽ കിടക്കുന്ന രോഗാണുക്കൾ പശുവിൻ്റെ അകലിലൊന്നും വരില്ല, കാല് ചീയൂല, കുളമ്പിൽ അല്പം പഴുപ്പുണ്ടെങ്കിലും അത് മാറിക്കോളും. മറ്റ് ബുദ്ധിമുട്ടുകൾ പശുക്കൾക്കുണ്ടാകുന്ന ഒരുപാട് കാല് കൈ വേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ലൂസ് ഫാമിംഗ് ഒന്നും ചെയ്യാൻ എല്ലാവർക്കും സൗകര്യമില്ല എങ്കിൽ പോലും ഒന്ന് ഇടയ്ക്കൊന്ന് അഴിച്ചു വിടാനുള്ള ചെറിയൊരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്താലും സാധാരണക്കാരായ കർഷകർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെ എനിക്ക് ചെറിയൊരു സ്ഥലമേ ഉള്ളൂ, ഒരു മുറ്റത്തോളം വലിപ്പമുള്ള സ്ഥലം, 10-15 പശുക്കളെ മാത്രമേ ഞാൻ ഒരു ടൈമിൽ അഴിച്ചു വിടുകയുള്ളൂ. ആഴ്ചയ്ക്ക് 3-4 പ്രാവശ്യം പശുക്കൾക്ക് അതിലൊന്ന് നടക്കാനുള്ള ഒരു അവസരം കിട്ടും, അത്രമാത്രം. അത് മതി. എങ്കിൽ പോലും ഒത്തിരി മാറ്റം വരും. അപ്പം അങ്ങനെ സക്സസ് ആയി ചെയ്യുന്ന എൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഉൾക്കൊള്ളുക, മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ രോഗനിർണയം, ചികിത്സ. രോഗനിർണയം എങ്ങനെ രോഗം നിർണ്ണയിക്കാം? നമുക്കിപ്പോൾ പെട്ടെന്ന് പശുക്കളെ ഡെയിലി കാണുന്ന പശുക്കളെ ഞാൻ പറഞ്ഞ ഓരോ പശുക്കളെയും പഠിക്കണം, നമ്മുടെ കുട്ടികളെ പോലെ. എന്തെങ്കിലും അവരുടെ മുഖത്ത് ഒരു മാറ്റം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും പശുക്കൾക്ക് ഒരു വ്യത്യാസം തോന്നിയാൽ ഫസ്റ്റ് നമ്മൾ അവിടാണ് നോക്കുക അല്ലേ. അപ്പോൾ നമ്മൾ അവിടിൽ നീരുണ്ടോന്ന്, നീര് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരികയല്ല. നമുക്കിപ്പോൾ പരിശോധിക്കാനുള്ള കാലിഫോർണിയ കിറ്റ് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിന്ന് വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പശുവിനെ കറന്നിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പശുക്കളെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ പശുവിൻ്റെ കാമ്പിൽ നിന്നുള്ള ഒരു വലി പാല് നമ്മളെ ഉള്ളം കൈയിലേക്ക് 4 കാമ്പിൽ നിന്നും ഓരോ വലി ഒരു കാമ്പ് വലിക്കുക, ശ്രദ്ധിക്കുക എന്തെങ്കിലും പാലിൻ്റെ ഘടനയ്ക്ക് മാറ്റുമ്പോൾ രണ്ടാമത്തെ വലിക്കുക, നോക്കുക. അങ്ങനെ 4 കാമ്പ് നമ്മുടെ ഈ കൈയിൻ്റെ ഉള്ളം കൈയിലേക്ക് ഓരോ ഉറ്റ് പാല് വലിച്ചിട്ടാൽ നമുക്ക് കാലിഫോർണിയ ടെസ്റ്റിൽ കിട്ടുന്നതിനെ കഴിഞ്ഞ് സൂപ്പറായിട്ട് ഇതിൻ്റെ ഘടനയും രൂപവും അതിൻ്റെ ടേസ്റ്റും മനസ്സിലാക്കിയാൽ രോഗമുണ്ടോ എന്ന് നിശ്ചയിക്കാം. രോഗമില്ലാത്ത പശുവിൻ്റെ പാല് കൃത്യമായിട്ട് പാലായി തന്നെ വീഴും. ഇല്ലെങ്കിൽ അതിന് കട്ടയുണ്ടാവും, വെള്ളം ഉണ്ടാവും, അതിൻ്റെ പാലിന് കൊഴുപ്പ് കുറവായിരിക്കും, നിറത്തിന് മാറ്റം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്ക് രോഗം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. പിന്നെ പശു എഴുന്നേൽക്കുന്നില്ലെങ്കിൽ പലതും